എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആവരിയുടെ പപ്പ ആളാണെങ്കിൽ നമ്മുടെ പച്ചമുടി പെണ്ണ് ക്ലാരയുടെ വീട്ടിലേക്ക് വരികയാണ്. ആള് ഡോർ നോക്ക് ചെയ്യും. ക്ലാരയുടെ അമ്മ ഇപ്പൊ ഡോർ തുറക്കും. ആവരിയുടെ പപ്പ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ക്ലാരയുടെ അമ്മയോട് പറഞ്ഞ് ഹീറോയും കൂട്ടി പുറത്തേക്ക് വരും. നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, പ്രോബ്ലംസ് എല്ലാം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്, മീഡിയാസ് ഒന്നും ഇനി നിന്നെ ബുദ്ധിമുട്ടിക്കില്ല, നിനക്ക് ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോവാം. അത് കേട്ട് ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോവാണ്, എനിക്ക് എന്റെ ഗ്രാൻഡ് പേ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ അവൻ തുള്ളിച്ചാടും. ആവരിയുടെ പപ്പയാണെങ്കിൽ അത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. അതിന് ഹീറോ ചോദിക്കും, ആവരി എവിടെ? അവള് വെക്കേഷൻ അത് അടിച്ചു പൊളിക്കുകയാണോ? ആവരിയെ കുറിച്ച് ചോദിക്കേണ്ട താമസം ആവരിയുടെ പപ്പയ്ക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവും. ആളുടെ ബോഡി മുഴുവൻ ഫുൾ ഫയർ ആയിട്ട് അങ്ങനെ കത്തിരിയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് പേടിയാവും. ആവരിയുടെ പപ്പ തിരിഞ്ഞു നോക്കാതെ ഇപ്പൊ അങ്ങനെ നിന്ന് പറയും, അവള് ഹാർഡ് വർക്ക് ചെയ്ത് വീട്ടിലിരുന്ന് പഠിക്കുകയാണ്, ഒരു കാര്യവും അവളിപ്പോ ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞ് ആൾ അവിടുന്ന് കടന്നു പോകും. അതേസമയം ഇവിടെ നമ്മുടെ ആവരി അവളാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ വായിക്കേ എഴുതുകയൊക്കെ ചെയ്യാണ്. അതെന്താണെന്ന് നോക്കിയാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഹീറോയുമായിട്ട് ഡേറ്റിങ്ങിന് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തി അവളിപ്പോ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഹീറോയെ വിളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം തോന്നും. പക്ഷേ അവൾക്ക് എന്തൊക്കെയോ ഒരു കാരണത്താൽ ഹീറോയെ വിളിക്കാനായിട്ട് കഴിയില്ല. അവൾ ആ ബുക്കിൽ വായിച്ച എല്ലാ കാര്യങ്ങളും ചേർത്തിണക്കിയാണ് ഡേറ്റിങ്ങിന് പോകാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയത്. അവൾ അവന്റെ കാര്യം ഓർത്ത് നിൽക്കുന്ന കറക്റ്റ് സമയം നമ്മുടെ ഹീറോയുടെ ഒരു മെസ്സേജ് വരും. അവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ആ മെസ്സേജ് വായിച്ചു നോക്കും. അതിൽ ഹീറോ, എന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയി, നമുക്കിനി നീ പറഞ്ഞതുപോലെ എപ്പോ വേണമെങ്കിലും പുറത്തേക്ക് പോവാം. അവൾക്ക് ആ മെസ്സേജ് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നും. അവൾ ഉടനെ അതിന് റിപ്ലൈ അയക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ റിപ്ലൈ വരും. അവൻ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കും. അതിൻ്റെ അകത്ത് ഒരു ലൊക്കേഷൻ ആയിരിക്കും. നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കണം ഇവിടെ, മറ്റാരും കൂടെ ഉണ്ടാവാൻ പാടില്ല എന്നവൾ പ്രത്യേകമായിട്ട് അവന് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ആവരിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഹീറോ എന്തായിരിക്കും മറുപടി പറയാ? അവൻ ആ സ്ഥലം അത് പരിചയം ഉണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് അവളാണെങ്കിൽ വീണ്ടും വീണ്ടും ആ സ്റ്റോറി ബുക്കിലെ സ്റ്റോറി തന്നെ ആലോചിച്ചിരിക്കുകയാണ്. അതിന് ഹീറോ ആണെങ്കിൽ ഓക്കെ എന്ന് റിപ്ലൈ അയക്കും. അവൾക്ക് ഭയങ്കര സന്തോഷം. അവൾ തുള്ളിച്ചാടുകയാണ്. ആവരിക്കാണെങ്കിൽ ഡേറ്റിങ്ങിനെ കുറിച്ച് ഓർത്ത് ഇപ്പൊ കിടന്നിട്ട് ഉറക്കം വരില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, ആകെ എന്തൊക്കെയോ ഒരു ഫീല്. അവളാണെങ്കിൽ ഡ്രോയറൊക്കെ ഓപ്പൺ ചെയ്ത് നാളെ ഞാൻ ഏത് ഡ്രസ്സൊക്കെ ഇടുമെന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അടുത്ത നിമിഷം ആവരിയുടെ പപ്പ ആളാണെങ്കിൽ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് വരികയാണ്. പപ്പ എന്താ ഉറങ്ങിയില്ലേ? ഈ ടൈമിൽ എന്താ ഡോറിലൊന്ന് നോക്ക് ചെയ്യുക പോലും ചെയ്യാതെ അകത്തേക്ക് വന്നേ? അതിനാള് പറയും, ഞാൻ ഒരുപാട് നേരമായി നിന്റെ ഡോർ നോക്ക് ചെയ്യുന്നു, പക്ഷെ നീ തുറന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തുറന്ന് അകത്തേക്ക് വന്നത്. രാത്രിയിൽ നീ ഡ്രസ്സൊക്കെ ഇട്ട് എവിടേക്കാ? നിനക്ക് ഡ്രസ്സ് കുറവുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല, നാളെ നമുക്ക് രണ്ടുപേർക്കും ഷോപ്പിങ്ങിന് പോവാം. അതിനവള് പറയും, അയ്യോ ഇല്ല, എനിക്ക് ഇപ്പൊ ഡ്രസ്സിന്റെ ആവശ്യമൊന്നുമില്ല. അത് കേട്ട് പപ്പയാണെങ്കിൽ കുട്ടിക്കാലത്ത് അവൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന ആ ഒരു മെമ്മറീസ് അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. എൻ്റെ മകൾ അവൾ ഒരുപാട് മാറിപ്പോയെന്ന് പറഞ്ഞ് ആമരിയുടെ പപ്പയാണെങ്കിൽ ഇപ്പൊ ബോധം കെട്ട് വീഴുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ കാണിക്കും. ഹീറോ ആണെങ്കിൽ ആവരി പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അതൊരു അടിപൊളി പാർക്കാണ്. അവിടെ എത്തി ആവരിയുടെ പുതിയ ലുക്കൊക്കെ കണ്ട് ഹീറോ ഷോക്കാവും. ആവരിയാണെങ്കിൽ ഇപ്പൊ ഹീറോയ്ക്ക് ഒരു അടിപൊളി ഡ്രസ്സൊക്കെ കൊടുക്കും. ആ ഡ്രസ്സൊക്കെ ഇട്ട് അവളുടെ മുൻപിൽ വന്ന് നിൽക്കും. വാവ്, നീ ഈ ഡ്രസ്സിൽ അടിപൊളിയായിട്ടുണ്ട്. അതിന് ഹീറോ ആണെങ്കിൽ ആവരിയോട് പറയും, ഞാൻ വന്നപ്പോഴേ പറയണമെന്ന് കരുതിയതാണ്, നീ ഈ ഡ്രസ്സിൽ സൂപ്പർ ആയിട്ടുണ്ട്. ആവരിയാണെങ്കിൽ എഴുതിയിരിക്കുന്ന ഡയറി അത് മറിച്ച് നോക്കും. ഡേറ്റിംഗിൽ ഫസ്റ്റ് അവള് വിളിക്കുന്ന സ്ഥലത്തേക്ക് ഹീറോയെ കൊണ്ടുവരിക എന്നതാണ്. അത് അവൾ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഹീറോയുടെ കയ്യിൽ ടച്ച് ചെയ്യണം. ഞാൻ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ആ കാര്യം അത് നടക്കുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഹീറോയുടെ കൈ തൊടാൻ അവന്റെ പിന്നാലെ പോവും. അവൾ നൈസായിട്ട് കൈ പിടിക്കാൻ ശ്രമിക്കും. പക്ഷേ അവൾക്ക് കിട്ടുന്നത് അവന്റെ ഷോൾഡർ ആയിരിക്കും. സോ അവളുടെ രണ്ടാമത്തെ മിഷൻ അത് ചീറ്റിപ്പോവും. അതിനുശേഷം അവർ മൂന്ന് പേരും ഇപ്പൊ വെള്ളത്തിലൂടെ സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഒരു റൈഡിൽ കയറാൻ പോവാണ്. അടുത്തതായിട്ട് നമ്മുടെ ആൾക്കാർ ഇപ്പൊ ബീച്ച് ബോൾ കളിക്കുകയാണ്. ആവരിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. കാരണം ഇത്രയും നേരവും അവളുടെ പ്ലാനിങ് എല്ലാം തന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ട് അതൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതെന്റെ മാത്രം ഫെയിലിയർ ആണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അവനെ ഇംപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ ആ ബോളിൽ പതിയെ തട്ടും. പക്ഷെ അത് വമ്പം ഫോഴ്സിൽ ഹീറോയ്ക്ക് തൊടാൻ പോലും കഴിയാത്ത അത്രയും വേഗത്തിൽ തെറിച്ചു പോയി വീഴുകയാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ അവൾ ചേറയും, കമോൺ, കുഴപ്പമൊന്നുമില്ല, നിന്നെ കൊണ്ട് പറ്റും, എനിക്ക് എങ്ങനെയെങ്കിലും ആ ബോള് തിരിച്ച് നിനക്ക് പാസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവരോട് ആ ബോൾ തട്ടി അവന്റെ അടുത്തേക്ക് ഇടാനായിട്ട് പറയും. അവളതനുസരിച്ച് അവന് ബോൾ തട്ടി കൊടുക്കുകയാണ്. പക്ഷെ ഒരു തവണ പോലും ഹീറോയ്ക്ക് ആ ബോൾ തിരികെ തട്ടാനാവില്ല. ഇതും
ഫെയിലിയറായി. റൊമാൻറ്റിക് ആയിട്ട് ഈ ഗെയിം കളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അടുത്തതായിട്ട് നമ്മുടെ ആൾക്കാർ ഐസ്ക്രീം കഴിക്കാനായിട്ട് വരികയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടിവിട്ട അത് ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും എന്ന് പറഞ്ഞ് അവളിപ്പോൾ ഹീറോയെ ഊട്ടിവിടാൻ റെഡിയാവും. അപ്പോൾ ഐസ്ക്രീമിന്റെ മുകളിൽ തന്നെയുള്ള ഒരു ഓക്ടോപ്പസ് അതാണെങ്കിൽ ഇപ്പോൾ ആ ഐസ്ക്രീം മുഴുവൻ തട്ടിത്തെറിപ്പിക്കുകയാണ്. അതിനുശേഷം കുറച്ചെടുത്ത് നമ്മുടെ ഹീറോയ്ക്ക് അത് കൊടുക്കും. അങ്ങനെ ഐസ്ക്രീം പ്ലാനും ദാരുണമായിട്ട് പരാജയപ്പെട്ട് അവർ രണ്ടുപേരും മുൻപോട്ടേക്ക് നടക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവളുടെ മുടിയിൽ ഐസ്ക്രീം ഇരിക്കുന്നത് കാണും. അവനത് പതിയെ കൈകൊണ്ട് എടുത്തു കളയും. അത് കാണുമ്പോൾ നമ്മുടെ പെങ്കൊച്ച് അവൾ പ്രണയപരവശയായിട്ട് നമ്മുടെ ഹീറോയെ നോക്കും. ഹീറോ ഇപ്പോ ഓടി ഒരു ടോയ്സ് ഷോപ്പിലേക്ക് വരികയാണ്. അവനിപ്പോ അവന്റെ ഗ്രാൻഡ് പെക്ക് ആസിന് അസിസ്റ്റന്റ് ചേച്ചിക്ക് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട ടോയ്സ് വാങ്ങിക്കുകയാണ്. അവസാനമായി പച്ചമുടി പെണ്ണിന് ഒരു ടോയ് വേണം. അവരത് എടുക്കാനായിട്ട് ഒരു ടോയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ആവരി ഇപ്പോ ആ ടോയ് എല്ലാം തട്ടിക്കളയാണ്. ആ പച്ചമുടി പെണ്ണ് ക്ലാരയ്ക്ക് അവൾക്ക് ഇങ്ങനെയുള്ള ടോയ്സ് ഒന്നും ഇഷ്ടാവില്ല. അവൾക്ക് പറ്റിയൊരു ടോയ് അത് ഞാൻ എടുത്തരാമെന്ന് പറഞ്ഞ് അവളിപ്പോൾ ഒരു ടോയ് എടുത്തു കൊടുക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ഡൗട്ട്. കാരണം അവളെ ഇത്രയും കാലത്തിനിടയിൽ ഹീറോ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല. എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് ഭയങ്കര സ്റ്റബാണായിട്ട് നടക്കുന്നതും പെരുമാറുന്നതുമാണ് ഹീറോ കണ്ടിരിക്കുന്നത്. സത്യത്തിൽ നീ ഈ ട്രിപ്പ് അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? അതിനവള് പറയും തീർച്ചയായിട്ടും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, നമുക്കിനി ഒരു സ്ഥലത്തേക്ക് കൂടെ പോകാനുണ്ടെന്ന് പറഞ്ഞ് അവള് കളക്ട് ചെയ്ത സാധനങ്ങളെല്ലാം ആയിട്ട് ഹീറോയും കൂട്ടി അവിടുന്ന് കടന്നു വരികയാണ്. ഫ്യൂച്ചറിൽ ആർക്കൊക്കെ ലവേഴ്സ് ആവും, ആരൊക്കെ കപ്പിൾസായി മാറും എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിമാണത്. ഒരു ലിസാർഡ് ആയിരിക്കും ഓരോരുത്തരുടെയും പാർട്ട്ണറിനെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ആ ലിസാർഡ് ഇപ്പോൾ അവരുടെ മുൻപിലേക്ക് വരികയാണ്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും കൈയൊക്കെ അടിച്ച് അതിനെ വരവേൽക്കും. അവർക്ക് മാത്രം ഭയങ്കര ടെൻഷൻ. അവൾ ആ ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് ടെൻഷനായിട്ടിരിക്കും. ആ ലിസാർഡ് ആണെങ്കിൽ ചാടി വന്ന് നമ്മുടെ ഹീറോയെ അങ്ങനെ കടിച്ചെടുത്ത് വിഴുങ്ങാനായിട്ട് നോക്കുകയാണ്. അവിടെയുള്ളവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇതെന്താ ചെയ്യണേ ചിന്തിച്ച് അവർ വണ്ടറടിച്ച് നിൽക്കും. ഹീറോയ്ക്ക് പിടികിട്ടും. അവൻ ഒരുപാട് നേരം വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ഡീമൺ സ്പ്രേയുടെ സ്മെല്ല് അത് നഷ്ടപ്പെട്ടു. സോ ആ ഒരു ലിസാർഡ് അവൻ ഹ്യൂമൻ ആണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ തിന്നാൻ പോവാണ്. ഹീറോ ആണെങ്കിൽ പേടിച്ചിരിക്കും. അത് കണ്ട് അവൾ ചാടി വന്ന് ആ ലിസാർഡിനെ ആഞ്ഞടിച്ച് ഹീറോയെ രക്ഷിക്കുകയാണ്. അവളാണെങ്കിൽ ഹീറോയെ ചേർത്ത് പിടിക്കും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതിന് ഹീറോ പറയും എനിക്കൊന്നും പറ്റിയില്ല. ഹീറോയെ രക്ഷിക്കാൻ സാധിച്ചതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അവളുടെ പ്ലാൻസ് എല്ലാം പൊട്ടി പാളീസായതിൽ ഒരുപാട് വിഷമവും തോന്നും. ഹീറോ ആണെങ്കിൽ ആ ലിസാർഡിന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് വരികയാണ്. ആ കോർഡിനേറ്റേഴ്സ് ഹീറോയോട് സോറി പറഞ്ഞ് 2 പാസ് അവന് ഫ്രീ ആയിട്ട് കൊടുക്കും. ഹീറോ അപ്പോഴായിരിക്കും ആവരിയുടെ കാലിലുള്ള പരുക്ക് കാണുക. അവന്റെ റിങ് അതിന്റെ പവർ കൂട്ടി ഈസി ആയിട്ട് അങ്ങനെ ഉയർത്തിയെടുക്കും. നമ്മുടെ പെണ്ണിനും ചെക്കനും രണ്ടുപേർക്കും കുറേശ്ശെ നാണമൊക്കെ വരും. ഹീറോ ആണെങ്കിൽ അവളോട് പറയും ഇന്നത്തെ ട്രിപ്പ് അത് അടിപൊളിയായിരുന്നു, ഞാൻ ഈ ട്രിപ്പ് ഒരുപാട് എൻജോയ് ചെയ്തു, നീ എൻജോയ് ചെയ്തോ? അതിന് അവള് പറയും അതെ, ഞാനും ഇത് ഒരുപാട് എൻജോയ് ചെയ്തു, ഞാൻ ഒരിക്കലും ഇത് മറക്കില്ല, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ 3rd ഫ്ലോർ വരെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവോ? അത് കേട്ട് ഹീറോയുടെ കിളി പോവും. പക്ഷെ നമ്മുടെ പെണ്ണ് അവളാണെങ്കിൽ അനുരാഗ ചിത്തയായി ഹീറോയെ ഇറുക്കി ടൈറ്റായിട്ട് ഹഗ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.